നമസ്കാരം. മറ്റത്തൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ വിവാദത്തിൽ എം സ്വരാജിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. കേരളത്തിൽ കോൺഗ്രസിനും ബി.ജെ.പിക്കും പരസ്പരം എളുപ്പത്തിൽ ലയിക്കാവുന്ന ഘടനയാണുള്ളതെന്നായിരുന്നു മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടി എം സ്വരാജ് വിമർശിച്ചത്. ബി.ജെ.പി അധികാരത്തിലെത്താൻ കോൺഗ്രസ് ജയിച്ചാലും മതിയെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഇതിനെതിരെയാണ് അബിന്റെ വിമർശനം. PM ശ്രീയിൽ ഒപ്പിട്ട ദിവസം അങ്ങയുടെ നാവ് ഉളുക്കിയിരിക്കുകയായിരുന്നു എന്നാണ് അബിൻ പരിഹാസരൂപേണ ചോദിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വിമർശനം. അബിൻ വർക്കിയുടെ കുറിപ്പ് ഇങ്ങനെ: ശ്രീ എം സ്വരാജ് ഇന്ന് കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ബി.ജെ.പി ബാന്ധവം പറയാൻ വേണ്ടി പോസ്റ്റുമായി വന്നത് കണ്ടു. അദ്ദേഹം മറ്റത്തൂർ പഞ്ചായത്തിലെ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസും ബി.ജെ.പിയും ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. എന്താണ് മറ്റത്തൂരിലെ യാഥാർത്ഥ്യം? ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആകെ CPM അല്ലാതെ ഭരിക്കപ്പെട്ടത് 2000 മുതൽ 2002 വരെയുള്ള UDF ഭരണമാണ്. 2003 വിമത കോൺഗ്രസ് അംഗങ്ങളെ കൂട്ടി LDF ഭരണം അട്ടിമറിച്ചു. 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം കക്ഷിനില ഇങ്ങനെയാണ്: UDF 8, LDF 10, UDF വിമതർ 2, ബി.ജെ.പി 4. വർഷങ്ങൾക്ക് ശേഷം ഭരണം പിടിക്കാൻ UDF തീരുമാനിച്ചു. അങ്ങനെ UDF വിമതരെയും ഒപ്പം ചേർത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. UDF വിമതരെ മുൻ പ്രതിപക്ഷ നേതാവുമായ ഔസേപ്പച്ചനെ പ്രസിഡന്റാക്കാനാണ് തീരുമാനമെടുത്തത്. പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ രാത്രി CPMന്റെ ജില്ലാ നേതൃത്വം പണക്കെട്ടുകളുമായി വന്ന ഔസേപ്പച്ചനെ വലയിൽ വീഴ്ത്തി. അങ്ങനെ രാവിലെ ഔസേപ്പച്ചന് വോട്ട് ചെയ്യാൻ വന്ന UDF അംഗങ്ങൾ കാണുന്നത് CPMന്റെ പ്രൊട്ടക്ഷനിൽ CPM സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്ന ഔസേപ്പച്ചനെയാണ്. സ്വാഭാവികമായി ടെസി ജോസഫ് എന്ന മറ്റൊരു വിമതയെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിക്കുന്നു. ആ തീരുമാനത്തെ ബി.ജെ.പിയുടെ 4 അംഗങ്ങൾ ഇങ്ങോട്ട് പിന്തുണയ്ക്കുന്നു. ഇതാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കറങ്ങിയ വാർത്ത 8 കോൺഗ്രസ് അംഗങ്ങൾ ബി.ജെ.പിയിൽ ചേർന്നു എന്നാണ്. ഒരാളെങ്കിലും ബി.ജെ.പിയിൽ ചേർന്നോ? ഇല്ല. ആരെങ്കിലും ചേരുമെന്ന് പറഞ്ഞു? ഇല്ല. ഇവർ ആരെങ്കിലും കോൺഗ്രസ്സുകാർ അല്ല എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരുടെ പ്രശ്നം എന്താണ്? അത് പാർട്ടിക്കുള്ളിലെ നിലനിന്ന പ്രശ്നങ്ങളാണ്. അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കാൻ പറ്റും. ഇനി ശ്രീ സ്വരാജിനോടാണ്: PM ശ്രീയിൽ ഒപ്പിട്ട ദിവസം അങ്ങയുടെ നാവ് ഉളുക്കിയിരിക്കുകയായിരുന്നു. പാർട്ടി പോലും അറിയാതെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടുകൂടി ഗവർണറും മുഖ്യമന്ത്രിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയ ദിവസം അങ്ങയുടെ പേനയുടെ മഷി തീർന്നിരുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ബ്രിഡ്ജ് എന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ ദിവസം അങ്ങേക്ക് ഫ്ലൂ പിടിച്ചിരുന്നു. നാട്ടിൽ ചില സാമുദായിക നേതാക്കൾ RSSന് നിലമൊരുക്കാൻ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ അവരെ സ്വന്തം കാറിൽ കയറ്റി ആനയിച്ച മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അങ്ങ് അന്ധനായിരുന്നു. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ത്രിപുരയിലെ ചുവപ്പ് പാർട്ടി ഓഫീസുകൾ എങ്ങനെ കൂട്ടത്തോടെ കാവിയായി എന്നും ബംഗാളിലെ ഇന്നത്തെ അവസ്ഥയും ഗഗൻ മർമു തൊട്ട് കണ്ണന്താനം വരെയുള്ളവരെയും ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ചരിത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1967 സംയുക്ത വിധായക് ദളും CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി LK അദ്വാനി പ്രസംഗിക്കുന്ന ചിത്രവും EMSഉം AB വാജ്പേയിയും ഒരുമിച്ച് നടത്തിയ ചായ സൽക്കാരങ്ങളും തൊട്ട് ആണവകരാറിൽ ഒരുമിച്ച് വോട്ട് ചെയ്തതുവരെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. താങ്കളുടെ ഈ പോസ്റ്റിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ചരിത്രത്തിലും വർത്തമാനത്തിലും RSSന് വിളനിലം ഉണ്ടാക്കാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഷ്ടപ്പെട്ട ഒറ്റുകാരുടെ റോളാണ് CPMന് എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത്. അതേസമയം മറ്റത്തൂരിൽ നടന്നത് അവിശുദ്ധ കൂട്ടുകെട്ടല്ലെന്നും മറിച്ച് CPMന്റെ കുതിര കച്ചവടം തടയാനുള്ള ജനാധിപത്യപരമായ നീക്കമാണെന്നുമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. മറ്റത്തൂരിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ടെസി പ്രസിഡന്റായി. ഭരണ തുടർച്ചയ്ക്കായി CPM നീക്കം നടത്തിയെങ്കിലും ഭൂരിപക്ഷമില്ലാത്തതിനാൽ അത് പരാജയപ്പെടുകയായിരുന്നു. CPM ഭരണം ഇല്ലാതാക്കാൻ 8 കോൺഗ്രസ് അംഗങ്ങളും 4 ബി.ജെ.പി അംഗങ്ങളും ടെസിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇവിടെ ആരും പാർട്ടി മാറുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഒരു പൊതുസമ്മതയായ സ്വതന്ത്രയെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വിശദീകരണം.